പ്രിയ കൂട്ടുകാരെ, അപ്പോൾ നമ്മളിന്ന് അക്കൗണ്ടിങ്ങിൻ്റെ പുതിയൊരു ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ അക്കൗണ്ടിങ് എന്താണെന്ന് പഠിച്ചു. അക്കൗണ്ടിങ്ങിൽ വരുന്ന കുറച്ച് ടേംസുകളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. അക്കൗണ്ടിങ്ങിൻ്റെ വിവിധ തരം ബ്രാഞ്ച് ഏതൊക്കെയാണ്, ഏതൊക്കെ മേഖലകളിലാണ് നമ്മുടെ അക്കൗണ്ടിങ് വ്യാപിച്ചു കിടക്കുന്നത്, ഇതാണ് അക്കൗണ്ടിങ്ങിൻ്റെ വിവിധ ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, രണ്ടാമത്തത് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആൻഡ് തേർഡ് വൺ കോസ്റ്റ് അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ് ആദ്യമായിട്ട് നമ്മുടെ ഫസ്റ്റ് ബ്രാഞ്ച് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. ഓക്കെ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടാക്കുക, അതായത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുകളൊക്കെ റെക്കോർഡ് ചെയ്യുക, അത് അനലൈസ് ചെയ്യുക, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ പ്രിപ്പയർ ചെയ്യുക. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? ബാലൻസ് ഷീറ്റ്, ഇൻകം സ്റ്റേറ്റ്മെന്റ്, അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ഇതെല്ലാം തയ്യാറാക്കുക. അതുപോലെ തന്നെ അത് എക്സ്റ്റേണൽ യൂസേഴ്സ് ആയിട്ടുള്ള ക്രെഡിറ്റേഴ്സ്, അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ്, ഇവർക്കൊക്കെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പഠിച്ചു. അക്കൗണ്ടിങ് ഇസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിംഗ് ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു വലിയൊരു ഡെഫിനേഷനൊക്കെ പഠിച്ചു. അതിൽ നടത്തുന്ന എല്ലാ കാര്യങ്ങളും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഉൾപ്പെടുന്നതാണ്. റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, സമ്മറൈസ് ചെയ്യുക, അനലൈസ് ചെയ്യുക, ഇതെല്ലാമാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള റൂളിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതായത് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ, ഗ്യാപ്പ് എന്ന് പറയും. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ അതാണ് പഠിച്ചത്. ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് റൂളിനെ ഫോക്കസ് ചെയ്യുന്നതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഇനി രണ്ടാമത്തേതാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങിന്റെ മറ്റൊരു ബ്രാഞ്ച് ആണ്. ഇവർ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത്, ഈ ബ്രാഞ്ച് ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? ഇന്റേണൽ മാനേജ്മെന്റ് വിത്ത് ഇൻഫർമേഷൻ ഫോർ ഡിസിഷൻ മേക്കിംഗ്, ബഡ്ജറ്റിംഗ്, ഫോർകാസ്റ്റിംഗ് ആൻഡ് പെർഫോമൻസ് ഇവാലുവേഷൻ. അതായത് മാനേജ്മെന്റിന് എന്താണ്? ഡിസിഷൻസ് എടുക്കുക. മാനേജ്മെന്റിന് നമ്മുടെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഡിസിഷൻ മേക്കിംഗ്, അതുപോലെ തന്നെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുക. അതായത് മാനേജ്മെന്റിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, ബിസിനസിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, ഫിനാൻഷ്യൽ പെർഫോമൻസ്, ഇതെല്ലാം അനലൈസ് ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ട ഡിസിഷൻസ് എടുക്കുക. ബഡ്ജറ്റിംഗ് നടത്തുക. ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ എത്രയൊക്കെ നമ്മൾ ചെലവഴിക്കണം ഓരോ പ്രൊജക്ടിന് വേണ്ടിയിട്ട്, ബഡ്ജറ്റ് തയ്യാറാക്കുക. ഫോർകാസ്റ്റിംഗ് നടത്തുക, അതുപോലെ തന്നെ പെർഫോമൻസിന് ഇവാലുവേറ്റ് ചെയ്യുക. ഇതിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ്? കോസ്റ്റ് അനാലിസിസ് വരും, പ്രോഫിറ്റബിലിറ്റി. കോസ്റ്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എത്രയ്ക്ക് കോസ്റ്റ് ആവും ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ, പിന്നെ പ്രോഫിറ്റബിലിറ്റി അനാലിസിസ് ആൻഡ് വേരിയസ് ഇന്റേണൽ റിപ്പോർട്ട്, ഇതെല്ലാമായിട്ട് ബന്ധപ്പെട്ട കുറേ ഡിസിഷൻസ് എടുക്കുന്നത് ഏത് അക്കൗണ്ടിങ് മേഖലയായിരിക്കും? മാനേജ്മെന്റ് അക്കൗണ്ടിങ്. മൂന്നാമത്തെ എന്ന് പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് പോലെ തന്നെ ഒരു ഫീൽഡാണ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് അക്കൗണ്ടിങ് ഫോക്കസ് ചെയ്യുന്നത് ഒരു പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ആക്ച്വൽ കോസ്റ്റ് എത്രയായി, ആ കോസ്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്തുക. ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്ര കോസ്റ്റ് വേണം, അതുപോലെ തന്നെ അത് എത്ര മാക്സിമം നമുക്ക് മിനിമം കോസ്റ്റിൽ നല്ലൊരു ഔട്ട്പുട്ട് ഉണ്ടാക്കാം എന്നൊക്കെ ഇവർ അനലൈസ് ചെയ്യും കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് അനലൈസ് ചെയ്യും. പിന്നെ റിസോഴ്സിനെയൊക്കെ നല്ല രീതിയിൽ അലോക്കേറ്റ് ചെയ്യുക, ഓവർ ഹെഡ്സ്, ഇതുപോലെ തന്നെ പ്രൈസിങ്ങുമായി ബന്ധപ്പെട്ട ഡിസിഷൻസ് എടുക്കുക. ഇപ്പൊ നമ്മളൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്തു, ഏറ്റവും മിനിമം കോസ്റ്റിൽ നമ്മൾ മാക്സിമം ബെനിഫിറ്റോട് കൂടി ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്തു, അതിന് എത്ര കോസ്റ്റ് ആയിരുന്നു, ആക്ച്വൽ കോസ്റ്റ് കണ്ടെത്തുക. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രൈസിങ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എത്രത്തോളം നമ്മൾ അതിൽ പ്രൈസ് ഈടാക്കണം, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഡിസിഷൻസ് എടുക്കുന്നത് നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണ്? മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്താന്ന് നോക്കി, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്താന്ന് നോക്കി, കോസ്റ്റ് അക്കൗണ്ടിങ് എന്താന്ന് നോക്കി. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ വേറെ കുറച്ച് ടേംസ് ഉണ്ട്, അസറ്റ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു.